ഹായ് കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം സൺഡേ കേറ്റീസം 2018 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷൻ ഉത്തരം പറയുക. ആദ്യത്തെ മനുഷ്യൻ ആദം. ക്രിസ്തുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏത്? ബൈബിൾ. ഈശോയുടെ വളർത്തു പിതാവ് യൗസേപ്പ്. ദൈവം എന്തിൽ നിന്നാണ് എല്ലാം സൃഷ്ടിച്ചത്? ഇല്ലായ്മയിൽ നിന്ന്. ആരാണ് നമ്മെ കാത്തുപരിപാലിക്കുന്നത്? ദൈവം. ഈശോ ജനിച്ചതെവിടെ? ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമേത്? വെളിപാട്. ബൈബിൾ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? പുസ്തകം. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമേത്? ഉൽപ്പത്തി. ഈ 9 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം 9 മാർക്കാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. പൂരിപ്പിക്കുക. എന്നെ കാത്തു സൂക്ഷിക്കാനായി ദൈവം ഡേഷിയെ തന്നിരിക്കുന്നു. കാവൽ മാലാഖയെ. ഈശോയുടെ അമ്മയുടെ പേര് ഡേഷാണ്. മറിയം. ബൈബിളിലെ ആദ്യത്തെ വാചകമാണ് ഡേഷ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിളിലെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഡേഷ്. ഉൽപ്പത്തി. രണ്ടാമത്തെ സെക്ഷനാണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, അങ്ങനെ 8 മാർക്കാണ് ഇതിൽ നിന്ന് ലഭിക്കുക. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം പറയുക. ഈശോയുടെ പിറന്നാൾ. ബ്രാക്കറ്റ് ക്രിസ്തുമസ്, ഈസ്റ്റർ, രൂപാന്തരീകരണം. ഈശോയുടെ പിറന്നാൾ ക്രിസ്തുമസ്. എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തോട് എന്തു പറയണം? ബ്രാക്കറ്റ് നന്ദി, പ്രാർത്ഥന, സ്നേഹം. ഉത്തരം നന്ദി. രാത്രിയിൽ പ്രകാശം തരുവാൻ ദൈവം നൽകിയത്? ബ്രാക്കറ്റ് സൂര്യനും ചന്ദ്രനും, ചന്ദ്രനും നക്ഷത്രങ്ങളും, നക്ഷത്രങ്ങളും സൂര്യനും. ഉത്തരം ചന്ദ്രനും നക്ഷത്രങ്ങളും. അടുത്ത ക്വസ്റ്റ്യൻ. ജീവൻ്റെ നാഥൻ. ബ്രാക്കറ്റിലെ ദൈവം, മനുഷ്യൻ, സൃഷ്ടികൾ. ഉത്തരം ദൈവം. ജീവൻ്റെ നാഥൻ ദൈവം. ഇതിലെ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, 4 ക്വസ്റ്റ്യന് 8 മാർക്കാണ് കിട്ടുക. അടുത്ത സെക്ഷൻ നോക്കാം. ഉത്തരം പറയുക. മാലാഖമാർ ഇടയന്മാരെ അറിയിച്ച സന്തോഷ വാർത്ത എന്ത്? ഉത്തരം ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ക്രിസ്തുമസ് രാത്രിയെക്കുറിച്ച് 4 വാചകം പറയുക. ഉത്തരം നല്ല തണുപ്പുള്ള രാത്രി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, എങ്ങും നിശബ്ദത, ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചു. ചെറിയ കുട്ടികളായ കാരണം ചെറിയ ചെറിയ പോയിന്റുകൾ പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ദൈവം സൃഷ്ടിച്ച 5 സൃഷ്ടികളുടെ പേര് പറയുക. കടൽ, മത്സ്യങ്ങൾ, പൂക്കൾ, മനുഷ്യൻ, ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ. ഇങ്ങനെ ഏതെങ്കിലും 5 ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളുടെ പേര് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ. ദൈവത്തെ നാം സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പനേക്കാളും അമ്മയേക്കാളും കൂടുതൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എല്ലാം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഞാൻ ദൈവത്തെ സ്നേഹിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ബൈബിൾ തിരുവചനം അധ്യായവും വാക്യവും സഹിതം പറയുക. ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ സെക്ഷനിലെ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. 5 ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം 15 മാർക്കാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.